യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും കാനഡയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും വിസിറ്റർ വിസ അല്ലെങ്കിൽ സൂപ്പർ വിസ വഴി കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പായ IRCC രാജ്യത്തെ പ്രധാനപ്പെട്ട ടെമ്പററി റെസിഡൻസ് വിസകളുടെയും പെർമിറ്റുകളുടെയും പ്രോസസിംഗ് ടൈം പുതുക്കിയിരിക്കുകയാണ്. വിസിറ്റർ വിസ, സൂപ്പർ വിസ, വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ് എന്നിവയ്ക്ക് ഇപ്പോൾ എത്ര സമയമെടുക്കും? ഇന്ത്യയിൽ നിന്നും അപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അപേക്ഷ വൈകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്ന വിസിറ്റർ വിസയുടെ ശരാശരി പ്രോസസിംഗ് ടൈം 31 ദിവസമാണ്. അതായത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വിസ അപേക്ഷയിൽ തീരുമാനം ലഭിക്കാം. പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് 75 ദിവസത്തിനകം കാത്തിരിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് താരതമ്യേന വേഗത്തിൽ പ്രോസസ്സിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അടിയന്തരമായി കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നവർ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ അപേക്ഷ നൽകുന്നതാണ് നല്ലത്. കാനഡയിൽ താമസിക്കുന്ന പ്രവാസി മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിസയാണ് സൂപ്പർ വിസ. മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും ദീർഘകാലത്തേക്ക് കാനഡയിൽ കൂടെ താമസിപ്പിക്കാൻ ഈ വിസ ഉപയോഗിക്കാം. നിലവിൽ ഇന്ത്യയിൽ നിന്ന് സൂപ്പർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രോസസിംഗ് ടൈം 56 ദിവസമാണ്. അതായത് ഏകദേശം 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരാം. അമേരിക്കയിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് 138 ദിവസവും പാകിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷകർക്ക് 176 ദിവസവും എടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സൂപ്പർ വിസ അപേക്ഷകൾ താരതമ്യേന വേഗത്തിലാണ് തീർപ്പാക്കുന്നത്. സൂപ്പർ വിസ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ മെഡിക്കൽ ഇൻഷുറൻസ്, സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ ഇൻകം ഡോക്യുമെന്റ് തുടങ്ങിയവ കൃത്യമായി സമർപ്പിക്കേണ്ടത് പ്രധാനമാണ്. രേഖകളിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ പ്രോസസ്സിംഗ് വൈകാൻ സാധ്യതയുണ്ട്. ഇനി വർക്ക് പെർമിറ്റ് അപേക്ഷകരുടെ കാര്യമാണ് നോക്കുന്നത്. ഇന്ത്യയിൽ നിന്നും പുതിയ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പ്രോസസ്സിംഗ് ടൈം 9 ആഴ്ചയാണ്. അതായത് 2 മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരാം. എന്നാൽ കാനഡയ്ക്കുള്ളിൽ നിന്ന് വർക്ക് പെർമിറ്റ് പുതുക്കുകയോ മാറ്റുകയോ ചെയ്യുന്നവർക്ക് ഏകദേശം 117 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഏകദേശം 4 മാസത്തോളം. അതിനാൽ നിലവിൽ വർക്ക് പെർമിറ്റിൽ കാനഡയിൽ കഴിയുന്നവർ പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിന് വളരെ മുൻപ് തന്നെ എക്സ്റ്റൻഷൻ അപേക്ഷ നൽകുന്നത് പ്രധാനമാണ്. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് നിലവിൽ ഏകദേശം 5 ആഴ്ച പ്രോസസിംഗ് ടൈമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാനഡയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി വിവിധ നിയന്ത്രണങ്ങളും ക്യാപ്പും നിലവിലുണ്ടെങ്കിലും ലഭിക്കുന്ന അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ IRCC ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിലവിലെ നിയമങ്ങളും ആവശ്യമായ രേഖകളും കൃത്യമായി പരിശോധിക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. IRCC പ്രസിദ്ധീകരിക്കുന്ന ഈ പ്രോസസിംഗ് ടൈം ഉറപ്പായ തീയതിയല്ല, ഇതൊരു ശരാശരി കണക്കാണ്. IRCC കൈകാര്യം ചെയ്യുന്ന ഏകദേശം 80% അപേക്ഷകൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ അപേക്ഷയുടെയും പ്രോസസിംഗ് ടൈം വ്യത്യാസമായിരിക്കും. നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകളുടെ വ്യക്തത, സെക്യൂരിറ്റി ചെക്സ്, അപേക്ഷകന്റെ വ്യക്തിഗത സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് അപേക്ഷയ്ക്ക് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് പ്രോസസിംഗ് ടൈം 31 ദിവസമാണെന്ന് കണ്ടിട്ട് കൃത്യമായ 31-ാം ദിവസം തന്നെ വിസ ലഭിക്കുമെന്ന് കരുതരുത്. ഇതിനിടെ കാനഡ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം കുറയ്ക്കുന്നതിനായുള്ള കർശനമായ നയങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. വിസിറ്റർ വിസയിൽ കാനഡയിലെത്തിയ ശേഷം അതിനെ വർക്ക് പെർമിറ്റ് ആക്കി മാറ്റുന്ന രീതി പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് അഥവാ PGWP നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനാൽ വിസിറ്റർ വിസ, വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ് എന്നിവയിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നിലവിലെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. അപേക്ഷകർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി നോക്കാം. കാനഡയിൽ താമസിക്കുന്ന പ്രവാസി മലയാളികൾ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി വിസിറ്റർ വിസ അല്ലെങ്കിൽ സൂപ്പർ വിസ അപേക്ഷിക്കുകയാണെങ്കിൽ യാത്രാ തീയതിക്ക് കുറഞ്ഞത് 2 മുതൽ 3 മാസം മുമ്പ് തന്നെ നടപടികൾ ആരംഭിക്കുന്നത് നല്ലതാണ്. അപേക്ഷയോടൊപ്പം ആവശ്യമായ പ്രൂഫ് ഓഫ് ഫണ്ട്, നാട്ടിലേക്ക് മടങ്ങുമെന്ന് തെളിയിക്കുന്ന രേഖകൾ, കൃത്യമായ ഇൻവിറ്റേഷൻ ലെറ്റർ തുടങ്ങിയവ ശരിയായ രീതിയിൽ സമർപ്പിക്കുക. അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങളും രേഖകളും തമ്മിൽ വ്യക്തമായ പൊരുത്തം ഉണ്ടായിരിക്കണം. രേഖകൾ അപൂർണമായാൽ അല്ലെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമായാൽ പ്രോസസ്സിംഗ് വൈകാൻ സാധ്യതയുണ്ട്. കാനഡയുടെ പുതിയ പ്രോസസ്സിംഗ് ടൈം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിസിറ്റർ വിസ അപേക്ഷകൾക്ക് 31 ദിവസവും സൂപ്പർ വിസ അപേക്ഷകൾക്ക് 56 ദിവസവും, പുതിയ വർക്ക് പെർമിറ്റ് അപേക്ഷകർക്ക് 9 ആഴ്ചയും, സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് 5 ആഴ്ചയും ആണ് നിലവിലെ ശരാശരി സമയമെന്ന് ഓർക്കുക. എന്നാൽ ഈ സമയങ്ങൾ ഉറപ്പായ തീയതികളല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
കാനഡയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവരും മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികളും അപേക്ഷകൾ നേരത്തെ തന്നെ തയ്യാറാക്കുന്നതാണ് സുരക്ഷിതം.